എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അയ്യപ്പൻ കെട്ടിന് ചുണ്ടലും പായസവും എന്ന പ്രസാദം ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ശബരിമല സീസണൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു പ്രസാദമാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ചുണ്ടൽ തയ്യാറാക്കുന്നതിനായിട്ട് വെള്ളക്കടല, കറുത്ത കടലയായാലും കുഴപ്പമില്ല, ഞാൻ വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. വെള്ളക്കടല ഇതുപോലെ വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് കുതിർത്ത് വയ്ക്കണം. ഞാൻ 2-3 മണിക്കൂർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കടല നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കാൻ. കുതിർത്ത് വച്ച കടല ഇനി കുക്കറിൽ വേവിച്ചെടുക്കാം. ആ സമയത്തിന് നമുക്ക് പായസം തയ്യാറാക്കാം. കടല വേവുന്ന സമയത്തിന് അതിനായിട്ട് 1 കപ്പ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പച്ചരിക്ക് ഞാൻ ഒരു 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. മധുരത്തിന് ആവശ്യമായ ശർക്കര എടുത്താൽ മതി. പിന്നെ കുറച്ച് തേങ്ങയും എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ഏലക്ക ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് പൊങ്കാല പായസമാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പൊങ്കാല പായസം വയ്ക്കുമ്പോൾ മൺകലത്തിലോ ഉരുളിയിലോ ഒക്കെയാണ് നമ്മൾ പായസം ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാനായതുകൊണ്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് പായസം ഉണ്ടാക്കുന്നത്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി വച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കാം. പ്രാർത്ഥനയോടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പായസം വയ്ക്കുമ്പോൾ മാത്രമല്ല, പൊങ്കാല വയ്ക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ എന്തോന്ന് സാധനം ഉണ്ടാക്കുമ്പോഴും നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ആഹാരം തരുന്ന ആ ഒരു ശക്തിയില്ലേ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, അപ്പോൾ അവരോടൊരു നന്ദി സൂചകവും കൂടി ആവും. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മൺകലത്തിലാണ് നമ്മൾ പൊങ്കാല ഇടുന്നതെങ്കിൽ അതിൽ ഒരു വാഴയില കീറുമോ അല്ലെങ്കിൽ ഒരു മൺകലത്തിൻ്റെ ഒരടപ്പോ എന്തെങ്കിലും വെച്ച്, മണ്ണിൻ്റെ തന്നെ ഒരു അടപ്പോ എന്തെങ്കിലും വെച്ച് അതൊന്ന് മൂടുമല്ലേ. ഇപ്പോൾ ഇതാ ഞാൻ ഒരു പാത്രം വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. ഈ പൊങ്കാല ഇടുമ്പോൾ നിറഞ്ഞ് തിളച്ച് തൂകണം എന്നാണ്. പക്ഷേ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രവും ഗ്യാസ് സ്റ്റൗവൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ഇത് തിളച്ച് വെന്തതാ, വെള്ളമൊക്കെ ഒരുവിധം വറ്റാറായി വന്നിട്ടുണ്ടേ. അപ്പോൾ അതിലേക്ക് അടുത്ത് ശർക്കരയും തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. പണ്ടൊക്കെ വീട്ടിൽ വെച്ചാണ് അയ്യപ്പൻ കെട്ട്, ഇപ്പോഴൊക്കെയാണ് അമ്പലങ്ങളിലൊക്കെ ആക്കിയത് അയ്യപ്പൻ കെട്ടൊക്കെ. ഇപ്പോഴും കുറച്ച് പേരെങ്കിലും വീട്ടിൽ അയ്യപ്പൻ കെട്ട് കെട്ടുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ അയ്യപ്പൻ കെട്ട് കാണാൻ പോകുന്നത് തന്നെ ഈ പായസത്തിനും ഈ ചുണ്ടൽ കടല കഴിക്കാനും വേണ്ടിയാണ്. നല്ല ടേസ്റ്റാണ്. ശബരിമല സീസൺ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു വിഭവം എല്ലാവരെയും തയ്യാറാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അരി. ഇനി അതിലേക്ക് ഇതേ ടൈപ്പിൽ തന്നെയാണ് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്കും പായസം വയ്ക്കുന്നത്. ഇനി അതിലേക്ക് ശർക്കരയും തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ശർക്കര ഇട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് തിരക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കണം. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. നമ്മൾ ഈ പൊങ്കാലയ്ക്കൊക്കെ വാങ്ങിക്കുന്ന ശർക്കര മണ്ണും പൊടിയും ഇല്ലാത്ത ശർക്കര നോക്കി വേണം വാങ്ങിക്കാൻ. കാരണം സാധാരണ പായസമൊക്കെ വയ്ക്കാനുള്ള ശർക്കരയാണെങ്കിൽ നമ്മൾ ഉരുക്കി അരിച്ചൊക്കെയല്ലേ എടുക്കുന്നത്. ഇത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റായിട്ട് ശർക്കര പൊടിച്ച് നമ്മളങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മണ്ണും പൊടിയും ഇല്ലാത്ത ശർക്കര തന്നെ നോക്കി മേടിക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കയില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കണം. പൊങ്കാല പായസം റെഡി ആയിട്ടുണ്ട്. പൊങ്കാല പായസത്തിൽ പഴവും കൂടി അരിഞ്ഞ് ചേർക്കാം. ഇവിടെ ഞാൻ വാങ്ങിച്ച പഴമൊന്നും ഇരിപ്പില്ലായിരുന്നു, അതുകൊണ്ടാണ് പഴം ചേർത്ത് കാണിക്കാത്തത്. പഴം ചേർത്തില്ലെങ്കിലും പൊങ്കാല പായസമായി. പണ്ട് കാഷ്നട്ടും ഉണക്കമുന്തിരിയൊക്കെ പൊങ്കാല പായസത്തിൽ ഇടുമായിരുന്നു. ഇപ്പോൾ ആരും അങ്ങനെ ഇടാറില്ല, അതുകൊണ്ട് അത് ഞാൻ ചേർക്കുന്നില്ല. പൊങ്കാല പായസവും ചുണ്ടലും അയ്യപ്പൻ കെട്ടിന് മാത്രമല്ല, വിജയദശമിക്ക് കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്ന ദിവസം ഇതുപോലെ പൊങ്കാല പായസവും ചുണ്ടലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതാ പൊങ്കാല എല്ലാം ആയി. ഇനി അതിലേക്ക് ഉരുക്കിയ നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതാ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കിയാൽ പൊങ്കാല പായസം റെഡിയായി. അയ്യപ്പൻ കെട്ടിനും ആറ്റുകാൽ പൊങ്കാലയ്ക്കും എല്ലാം ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് കടല ചുണ്ടൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം.
അതിനായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കടല എടുക്കുവാണേ. ഞാൻ ഇത് വേവിക്കാൻ വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കാൻ പോയത്. അങ്ങനെ ആ കടല വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞെടുത്ത തേങ്ങയും മുളകും കടുകൊക്കെയാണ്. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇത് പ്രസാദമായിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് ഇതിൽ ഉപ്പ് ചേർക്കില്ല കേട്ടോ. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കടുകും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽ മുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് രണ്ടായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ടേ, അതും കൂടി ചേർത്ത് കൊടുത്ത് മുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, കടല പായസമൊക്കെ വയ്ക്കുമ്പോൾ അതിലിടാൻ കണക്കാക്കി അരിയില്ലേ, അതേപോലെയാണ് അരിഞ്ഞെടുക്കാനുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കണം. മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് അതൊന്ന് ഒരു ബ്രൗൺ കളർ ആയി വരും വരെ ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. ഇതിനിടയ്ക്ക് നെയ്യ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണേ. ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ച കടലയും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് കടലയുടെ എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. കടലയിലെ വെള്ളമൊക്കെ വറ്റി, കടല നമ്മൾ വേവിച്ചതിന് ശേഷം ഊറ്റി വയ്ക്കും. അപ്പോൾ ഊറ്റി വെച്ചാലും ചെറിയൊരു വെള്ളത്തിൻ്റെ ഈർപ്പം കാണും. അത് പോകും വരെ ഒന്ന് ഇതുപോലെ നെയ്യിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കടല ചുണ്ടൽ റെഡി ആയിട്ടുണ്ട്. അയ്യപ്പൻകെട്ടിലെ നിറസാന്നിധ്യമായ പൊങ്കാല പായസവും കടല ചുണ്ടലും റെഡി ആയിട്ടുണ്ട്. പൊങ്കാല പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പുറത്ത് പൂവ്, തുളസി പൂവൊക്കെ ഇട്ട് ഒന്ന് നിവേദിക്കില്ലേ, അതുപോലെ ഞാൻ അതിൻ്റെ പുറത്ത് 2 തുളസി കതിരും കൂടി വെച്ച് കൊടുക്കുവാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം. അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഈ പൊങ്കാല പായസവും കടല ചുണ്ടലും കൂടി ഒത്ത് ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കടല ചുണ്ടൽ പ്രസാദമായിട്ട് കഴിക്കാൻ മാത്രമല്ല, പുട്ടിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.